I am next Socrates to who was punished for telling truth. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു മീ അറ്റ് എനി ടൈം. എനിക്ക് ഏത് സമയവും എന്തും സംഭവിക്കാം. ഫ്രം ആറാട്ടണ്ണനോട് സന്തോഷ് വർക്കി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കട്ടെ, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും കമന്റ് ചെയ്യുക, കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ആയിട്ട് ചെയ്യുക. ഇനി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നൊരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കുക. നമ്മുടെ വീഡിയോയിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന താല്പര്യം ഉളവാക്കുന്ന എന്തെങ്കിലും ടോപ്പിക് ഇടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ തരിക. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ സിനിമക്കാരുടെ കണ്ണിൽ ഉണ്ണിയായ ആറാട്ടണ്ണൻ ഒരു പോസ്റ്റ് ഇട്ട് ആറാട്ടണ്ണൻ നേരെ കയറി ആറാട്ടണ്ണനെതിരെ കേസ് വന്നിരിക്കുകയാണ്. ആറാട്ടണ്ണനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മോഹൻലാലിന്റെ ആറാട്ട് പടം ഇറങ്ങിയപ്പോൾ ലാലേട്ടൻ ആറാട്ടുകയാണെന്ന് പറഞ്ഞ് ഹിറ്റായ ഒരു പുള്ളിക്കാരനാണ് ഈ ആറാട്ടണ്ണൻ. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പുള്ളി അവിടെ പോയി ഇന്ന് റിവ്യൂ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയും. അതിനുശേഷം ഹിറ്റ് ആയതുകൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിരുന്ന് ഉള്ള നടിമാരെ കുറിച്ചും നടന്മാരെ കുറിച്ചും ഉള്ള അപരാധങ്ങളെല്ലാം പറയും. ഏതെങ്കിലും നടൻ ഇദ്ദേഹത്തിന് ഹായ് പറഞ്ഞല്ലേ കൈ കൊടുത്തില്ലെങ്കിൽ സൗബിൻ ഭയങ്കര ജാടയാണ്, സൗബിൻ ഭയങ്കര അഹങ്കാരിയാണ്, സിനിമയിൽ പാവമാണ് പക്ഷെ ജീവിതത്തിൽ സൗബിൻ അഹങ്കാരിയാണെന്ന് പറയും. ഏതെങ്കിലും നടിമാരെ കാണുകയാണെങ്കിൽ ആ നടിയെ എനിക്ക് ക്രഷ് അടിച്ചു, ആ നടിയെ എനിക്ക് സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ റിയൽ ലൈഫിൽ ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്തൊക്കെയോ പറയും. പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ തന്നെയാണ്. ഇത് ശരിയാണെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് പരിശോധിക്കാൻ പോകുന്നത് ഇദ്ദേഹം പറഞ്ഞത് മാത്രമാണോ തെറ്റ്. സിനിമാ ലോകത്തിനകത്തുള്ള ആളുകൾ തന്നെ അശ്ലീലപരമായ പരാമർശങ്ങൾ നടത്തുകയും രാത്രി പോയി കഥയിൽ മുട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, അത് സിനിമയിലുള്ള ആളുകൾ. പക്ഷെ പുറത്തുനിന്ന് എടുത്ത് നമ്മൾ പറയാൻ പറ്റത്തില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് പലരും എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏതായാലും നമുക്ക് ആറാട്ടണ്ണനെതിരെ കേസ് വന്ന കാര്യത്തെക്കുറിച്ചുള്ള വാർത്ത ഒന്ന് കേട്ടോക്കാം. സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകി വനിതാ ചലച്ചിത്ര താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ, ഉഷ ഹസീന എന്നിവർ പരാതി നൽകി. സമൂഹ മാധ്യമങ്ങളിൽ കൂടെ കേട്ടോ അപമാനിച്ചേ. ആ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം ഇട്ട പോസ്റ്റാണ് ഇവർക്ക് അപമാനമായിട്ട് തോന്നിയത്. ഈ സിനിമാ മേഖലയിലുള്ള മിക്ക നടിമാരും എന്നാണ് പുള്ളി മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനിമാ മേഖലയിലുള്ള ഒരുമാതിരി എല്ലാ നടിമാർക്കും, കുറ്റം ചെയ്തവരും ചെയ്യാത്തവരും അറിയുള്ള എല്ലാവർക്കും കൊള്ളും. അശ്വിൻ ഡിയേഗോ ചേരുന്നു. നമുക്ക് അശ്വിൻ ഡിയേഗോ, ഗുഡ് ഈവനിങ്. വ്ളോഗർ സന്തോഷ് വർക്കി കുറച്ച് കടത്തി പറയുന്നത് കണ്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ. അതുതന്നെയാണോ ഈ പരാതിയുടെ ആധാരം? സുജയ, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഇയാൾ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഇപ്പോൾ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ മോശം പരാമർശമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നും പരാതികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ പരാതി നൽകുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 12ഓളം നടിമാരാണ്. 12 നടിമാരോളം പരാതി കൊടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കേസ് വളരെയധികം സ്ട്രോങ് ആക്കാനുള്ളൊരു നടപടിയാണ് ഈ സിനിമാ ലോകത്ത് ജോലി ചെയ്യുന്ന സ്ത്രീ അഭിനേത്രികളുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അഭിനേത്രി എന്ന് പറഞ്ഞാൽ സ്ത്രീയല്ലേ, പിന്നെ എങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഇയാൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ മോശം രീതിയിലുള്ള പരാമർശമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇയാൾ നടത്തിയത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് സന്തോഷ് വർക്കി നടത്തിയത്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സന്തോഷ് വർക്കി നടത്തിയത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സാധനമാണ്. ശരി. ശിക്ഷ തന്നെ ഇയാൾക്കെതിരെ വേണം എന്നുള്ളതാണ് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഏതാണ്ട് മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന 250ഓളം വരുന്ന വനിതാ പ്രവർത്തകരെ ഇയാൾ ഇത്തരത്തിൽ മോശം പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് ഈ DGPക്ക് നൽകിയ പരാതിയിലുള്ളത്. 250 ആണോ 750 ആണോ എന്നറിയത്തില്ല, നമുക്ക് 750 വെക്കാം. 750ഓളം വരുന്ന സ്ത്രീ നടിമാരെയാണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് കൊണ്ട് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നതാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്നത് മിക്ക ആൾക്കാരും ഒരു കോമാളിവൻ എന്തു പറയുന്നു എന്ന രീതിയിലാണ് കാണുന്നത്. അത് പുള്ളിക്കും അറിയാം. പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈനകം വന്നിട്ട് ജോക്കറായി പോയതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം പറയുമ്പോഴത്തേനും ഇദ്ദേഹത്തെ വിശ്വസിക്കുന്നവരോ ഇഷ്ടപ്പെടുന്നവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഈ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ കാണുമ്പോഴത്തേനും സന്തോഷ് വർക്കി പറഞ്ഞ മറ്റേ
എന്ന് പറയുമെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഈ സന്തോഷ് വർക്കി പറഞ്ഞത് ഒരിക്കലും ശരിയാണെന്നല്ല നമ്മൾ പറയുന്നത്. പുള്ളിക്കാരൻ എപ്പോഴും രാത്രിയാകുമ്പോഴത്തേനും ഒരു രാത്രി ഇരുട്ടിൻ്റെ മറവിനകത്ത് ഏതെങ്കിലും നടൻ ഇദ്ദേഹത്തിനെ മാനിക്കുകയോ കൈ കൊടുക്കുകയോ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ സൗബിൻ ഭയങ്കര അഹങ്കാരിയാണ്, സൗബിൻ സിനിമയിൽ പാവമാണ് പക്ഷേ ജീവിതത്തിൽ അഹങ്കാരിയാണ് എന്ന് പറഞ്ഞ് പറയും നടന്മാരാണെങ്കിൽ. നടിമാരാണെങ്കിലും ഇതുപോലെ തന്നെ അദ്ദേഹം വന്നെന്ന് മറ്റൊരു കാര്യം പറയും. ഐശ്വര്യലക്ഷ്മി സ്വീറ്റാണ്, ഐശ്വര്യലക്ഷ്മി ക്യൂട്ടാണ്, എനിക്ക് സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ജീവിതത്തിലല്ല സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറേ സാധനങ്ങൾ പറയും. പുള്ളിക്കാരൻ കൂടുതലും സിനിമാ നടന്മാരെയും നടിമാരെയും കുറിച്ച് പറയുന്നതെല്ലാം അശ്ലീലം നിറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ വന്ന കേസ് പുള്ളി അർഹിക്കുന്ന സാധനം തന്നെയാണ്. ഇത് പുള്ളിക്കാരൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോണ്ടന്റ് മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരും കാണുന്നില്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കാണുന്നത്. റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്, സെക്സ് എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമില്ല ഒന്നാണ് എന്നൊക്കെയാണ് പുള്ളി ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ന്യായീകരണത്തിന്റെ ഭാഗമായിട്ടൊന്ന് സ്റ്റേഷനിൽ കയറേണ്ടി വരും, അത്രേ ഉള്ളൂ. നേരത്തെ സിനിമ നടി ഉഷ ഇയാൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. നമുക്കറിയാം ഈ സന്തോഷ് വർക്കി ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം സിനിമകളുടെ റിവ്യൂ പറഞ്ഞ് ഒരു ചെറിയ രീതിയിൽ ഫേമസ് ആയ ആളാണ്. മാത്രമല്ല ഇയാൾക്ക് സോഷ്യൽ മീഡിയ അടക്കം വലിയ തരത്തിലുള്ള ആരാധക ഫോളോവേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ആരാധകയൊന്നുമില്ല, ഫോളോവേഴ്സ് ഉണ്ട്, അത് ഓക്കെ. സംഭവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനും അറിയാം, ഇദ്ദേഹത്തിന് ചിത്രീകരിക്കുന്നവർക്കും അറിയാം ഇപ്പോഴും ഒരു കോമഡി പീസായിട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കോമഡി പീസായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ ഫെയിം യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കളിയാക്കി വിടാം, ഒന്ന് ഇപ്പിളിച്ച് വിടാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വരും. ഇതാണ് സംഭവം, അല്ലാതെ ഫാൻ ബേസ് ഒന്നുമില്ല, ഫോളോവേഴ്സ് ഉണ്ട്, ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. ഇടയിലാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഈ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നത്. ഇതിനു മുമ്പും ഇയാൾ സമാന രീതിയിൽ ചില സിനിമാ നടികൾക്കെതിരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ അതിനെ ഒരുപടി കടന്നുകൊണ്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം മോശം സ്ത്രീകളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനെതിരെ ശക്തമായി അപലപിക്കുകയും പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ 250ഓളം വരുന്ന സിനിമാ വനിതാ പ്രവർത്തകരുടെ തീരുമാനം. അപലപിക്കുന്നത് എന്തൊരു വാക്കാണോ എന്തോ. അപ്പോൾ 750 അല്ല 250 250ഓളം സ്ത്രീകൾ കേസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. 250ഓളം സ്ത്രീകൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ 6 നിങ്ങൾ വട്ടത്തിലും നീളത്തിലും ഇതിനകത്ത് പെട്ടു. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറേ നാളിരുന്ന് അരിയുണ്ട തിന്നാം. ഇപ്പം ബിരിയാണിയാന്നൊക്കെ പറയുന്നത് നല്ല ഫുഡാന്ന് പറയുന്നത് അവിടെ ചെന്ന് ഫുഡ് ബ്ലോഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇനി ഇതിനെ തുടർന്ന് ഇത് സന്തോഷ് വർക്കിക്കുള്ളിൽ ഒരു ചെറിയ പേടി ഉളവാക്കിയിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഓൾറെഡി കുറേ പ്രശ്നത്തിലാണ്. പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം അടിച്ചുപോയി. അത് സിനിമാക്കാരാന്ന് കുറേ പേര് പറയുന്നു, അത് MRC തൊപ്പിയാന്ന് കുറേ പേര് പറയുന്നു. എന്തോ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമൊക്കെ അടിച്ചുപോയി. പുള്ളിക്കാരൻ ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. പുള്ളിക്കാരൻ ഇട്ടൊരു പോസ്റ്റാണ്, ടു മൈ സിസ്റ്റർ, എൻ്റെ സഹോദരിയോട്, ടേക്ക് കെയർ ഓഫ് മൈ ഓൾഡ് ഏജ്ഡ് മദർ, എൻ്റെ പ്രായമായ അമ്മയെ സംരക്ഷിക്കുക. മമ്മി ആസ് ഐ ക്യാൻ ഗെറ്റ് അറസ്റ്റഡ് അറ്റ് എനി ടൈം. അമ്മേ, ഞാൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. ആറാട്ടണ്ണൻ ഓർ സന്തോഷ് വർക്കി. അപ്പോൾ പുള്ളിക്കാരൻ്റെ തന്നെ മനസ്സിലുണ്ട് പുള്ളിക്കാരൻ അറസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന്. ഇനി അടുത്തത്, ഐ ആം നെക്സ്റ്റ് സോക്രട്ടീസ് ടു ഹൂ വാസ് പണിഷ്ഡ് ഫോർ ടെല്ലിംഗ് ട്രൂത്ത് ഫ്രം ആറാട്ടണ്ണൻ ഓർ സന്തോഷ് വർക്കി. അതായത് ഇതൊക്കെ 1 മണിക്കൂർ മുമ്പ് ഇട്ടേ കേട്ടോ. ഞാനാണ് അടുത്ത സോക്രട്ടീസ്, സത്യം പറഞ്ഞതിന് ശിക്ഷിക്കപ്പെടാൻ പോകുന്ന ഒരു മഹത് വ്യക്തിയാണ് ഞാൻ എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത്. ഞാനല്ല സന്തോഷ് വർക്കി. അതിൻ്റെ അർത്ഥം പുള്ളി ഇപ്പോഴും പറഞ്ഞ പ്രസ്താവനയോട് ഉറച്ചു നിൽക്കുന്നു. അത് വൈറലാകാൻ വേണ്ടി പറഞ്ഞതല്ല, സംഭവം ഉള്ളയാണെന്നാണ് പുള്ളിയുടെ ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പുള്ളി ഒരുപാട് മണ്ടത്തരങ്ങൾ പറയും. അതുപോലെ തന്നെ ഇദ്ദേഹം വിദ്യാഭ്യാസവും ബോധവും വിവരവും പൊക്കണമൊക്കെ ഉള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ ഒരുപാട് നല്ല കാര്യങ്ങളും പറയും. പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ പറയാവേ, ഹേമ കമ്മീഷനെ കുറിച്ച് സിനിമക്കാർക്കൊന്നും പറയാനില്ല. ആറാട്ടണ്ണനെ കുറിച്ചാണ് എല്ലാവർക്കും കംപ്ലൈൻറ്റ് ഫ്രം ആറാട്ടണ്ണൻ ഓർ സന്തോഷ് വർക്കി. അദ്ദേഹം പറഞ്ഞു വളരെ 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 വാലിഡ് ആയിട്ടൊരു പോയിന്റാണ്. കാരണം ഈ ഹേമ കമ്മീഷൻ്റെ അത് കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്ത്രീകൾക്ക് ഒരുപാട് നടന്മാരിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായെന്നുള്ളതാണ്. ആ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മുട്ടിയിട്ടുണ്ട്, മുട്ടിയൊക്കെ തുറന്നിട്ടുണ്ട്, തുറന്നത് കഥവിൻ്റെ കട്ടിലിനിടയിൽ ഒളിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും ഒളിഞ്ഞും പതുങ്ങിയും നിന്ന് ഇതിനെതിരെ പരാതി കൊടുത്തു. എന്നാൽ ഇതൊരു കേസായിട്ട് മുന്നോട്ട് പോകാൻ, പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന നടിമാർക്കൊന്നും ഒരു ധൈര്യം ഉണ്ടായതായിട്ട് കണ്ടില്ല. കാരണം സിനിമയിൽ അവസരങ്ങൾ വേണമല്ലോ. ഇദ്ദേഹത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ചെണ്ടയാണല്ലോ, ആർക്ക് വേണമെങ്കിലും കൊട്ടാം. ഇദ്ദേഹം ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ മറ്റത് തെറ്റാണ് എന്നാണ് നമ്മുടെ വാദം. ആ കേസുകളെല്ലാം ഇന്ന് തേഞ്ഞു മാഞ്ഞു പോയിരിക്കുകയാണ്. കാരണം ആർക്കും പരാതിയില്ലാതെ ഇപ്പോൾ ആര് കേസെടുക്കാനാണ് എന്നൊരു സാധനമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് തന്നെ പുള്ളി ഇട്ട അടുത്ത പോസ്റ്റ്, ടു മൈ സിസ്റ്റർ, ടേക്ക് കെയർ ഓഫ് മൈ മമ്മി, ഷീ ഈസ് സിമ്പിൾ, ഡോണ്ട് പുട്ട് ഹെയർ ഇൻ ഓൾഡ് ഏജ് ഹോം. എൻ്റെ സഹോദരിയോട് അമ്മൻ്റെ അമ്മയെ നോക്കുക, അമ്മ വളരെ പാവമാണ്, അമ്മയെ ഓൾഡ് ഏജ് ഹോമിലിടല്ലേ. ഐ വാണ്ട് ടു ഡു എനിത്തിങ്, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഓഫ് മൈ ഡാഡീസ് അസെറ്റ്. എൻ്റെ അപ്പൻ്റെ സ്വത്തിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് ആവശ്യമില്ല. ഡു നോട്ട് ഹറാസ് ഓർ ടോർച്ചർ ഹെയർ. എൻ്റെ അമ്മയെ ഹറാസോ ടോർച്ചറോ ഒന്നും ചെയ്യരുത്, ബുദ്ധിമുട്ട് ചെയ്യരുത്. ടേക്ക് കെയർ ഓഫ് ഹർ, അവരെ നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ.
എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു മീ അറ്റ് എനി ടൈം. എനിക്ക് ഏത് സമയവും എന്തും സംഭവിക്കാം. ഫ്രം ആറാട്ടണ്ണനോട് സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അതായത് പുള്ളിക്കാരൻ എന്ത് വേണേലും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ തന്നെ ചിന്തിക്കുന്നത് ഞാൻ അറസ്റ്റ് ആകാനുള്ള സാധ്യത ഉണ്ട്, എൻ്റെ ജീവന് വധഭീഷണി ഉണ്ട് എന്നാണ് ആറാട്ടണ്ണൻ വിശ്വസിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നേരെ വരികയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷൈൻ ടോം ചാക്കോ സെറ്റിൽ ഒരു നടിയോട്, പേരെടുത്ത് തന്നെ പറയാം, ബിൻസി എന്ന നടിയോട് ഡ്രസ്സ് ഞാൻ കൂടെ വരാം ശരിയാക്കാൻ എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടിരുന്നു. അതോടൊപ്പം തന്നെ ബിൻസി പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള സഹനടിയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ്. ഈ സഹനടി ഇപ്പൊ വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേൾപ്പിക്കുക. നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളാണ് ഈ അപർണ ആ ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഒരു മൊഡസ്റ്റി ഓഫ് എ വിമനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണോ ഷൈൻ പെരുമാറിയത് സെറ്റിൽ? വർത്തമാനത്തിൽ മാത്രം, അല്ലാതെ വേറൊരു തരത്തിലല്ല. ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെക്ഷൽ കോണോട്ടേഷൻസ് വരുന്ന എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അയാള് സെക്ഷൽ ചുമയോടുകൂടി അഥവാ ലൈംഗിക ചുമയോടുകൂടി സംസാരിക്കുന്നു. ആ സമയത്തൊക്കെ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്ന മട്ടിലായിരുന്നു ഇയാളുടെ? അത് നമുക്ക് ആവശ്യമില്ല. അതായത് മോശം പരാമർശം അല്ലെങ്കിൽ അശ്ലീല പരാമർശം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. അതേ തുടർന്ന് ഈ നടിമാർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നാണ് പറയുന്നത്. ഇതിന് ഷൈനെതിരെ പരാതി കൊടുക്കാൻ ഒരു നടിമാരും തയ്യാറില്ല. ഈ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായ നടിമാർക്ക് പോലും ഇത് പരാതിയൊക്കെ ഉണ്ട്, സിനിമയ്ക്കുള്ളിൽ തീർത്താൽ മതി, ഇന്റേണൽ കമ്മിറ്റി വന്നിട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവരിയ്ക്കുന്നത്. പക്ഷേ സിനിമയ്ക്ക് പുറത്തുനിന്ന് ഒരുത്തം പറയുമ്പോഴത്തേനും അത് ശരിയാണ് നല്ല, വീണ്ടും ഞാൻ പറയുന്നത്, അവനെതിരെ കേസ് കൊടുക്കേണ്ട, അവൻ്റെ വാ മൂടിക്കെട്ടാനും ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ആക്ഷൻ എടുക്കാത്തത്? ഇവിടെ നിലനിൽപ്പാണ്. സിനിമാക്കാർ നമ്മുടെ സഹപ്രവർത്തകർ ഇമ്പോർട്ടൻ്റ് നോക്കുക. പക്ഷേ മറ്റേ ഇതിനകത്ത് പറയല്ലോ, എൻ്റെ സ്വത്ത് അല്ലെങ്കിൽ എൻ്റെ സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെ ഞാൻ പലതും പറയും, പക്ഷെ പുറത്തുനിന്ന് ഒരുത്തം വന്നിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നൊരു സാധനമാണ്. എന്തായാലും നല്ലതാണ്. സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്ന ആരാണെങ്കിലും അത് എന്ത് തരത്തിലാണെങ്കിലും അവൻ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ പുറം ലോകത്തേക്ക് പടച്ചുവിടാതിരിക്കാൻ ശ്രമിക്കുക, ഉള്ളിലും കൊണ്ട് നടക്കാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഷൈൻ കുഴപ്പമില്ല. ഷൈന് നമുക്കൊരു അവസരം കൂടെ കൊടുക്കാം. ഷൈൻ പറഞ്ഞിട്ടുണ്ട് നന്നാവാനൊരു ചാൻസ് തരണം. ഷൈനെ നമുക്ക് നന്നാക്കാം. ആറാട്ടണ്ണൻ അവനെ നമ്മൾ കൊടുക്കും, അവന് നമ്മൾ 250 പേര് കേസ് കൊടുത്ത് അവനെ പെടുത്തും. കൊള്ളാം, നല്ലതാണ്. അതായത് ഒരുത്തിനൊരു നിയമം, മറ്റൊരുത്തിന് മറ്റൊരു നിയമം. വളരെ നല്ലതാണ്. ഹേമ കമ്മിറ്റിയൊക്കെ നന്നായിട്ട് പോട്ടെ. എല്ലാം തേഞ്ഞു മാഞ്ഞു പോയാലേ ആറാട്ടണ്ണൻ പക്ഷേ അടപടലപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ടാണ് പറയുന്നത്. ബൈ.